അപ്പൊ നമ്മള് പൊളിക്കും ലിസാക്ക. ആ നല്ല വിശപ്പുണ്ട്, തിമിർക്കും. അപ്പൊ ഞാൻ കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ട് പറയാം. അവർക്ക് ഈ കണ്ണാടി എനിക്ക് എങ്ങനെയുണ്ട്? അയ്യോ. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഞങ്ങൾ നൈറ്റിലൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. എങ്ങോട്ടാ പോകണം? നമുക്ക് നമ്മൾ ദൽമാ മാളിലേക്ക് ഒന്ന് നടന്നിട്ട് തന്നെ പോകാൻ വിചാരിച്ചു. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അല്ലേ? അപ്പൊ ഒരു വൈബ് അല്ലേ ഇതൊക്കെ രാത്രി ഇങ്ങനെ. ഫാറ്റ് ലോസ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ മുന്നോടിയായിട്ട് ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് കാലോറീസ് ആണ് ഇന്ന് ഷിബില ബേൺ ചെയ്യാൻ പോകുന്നത് നടന്നിട്ട്. ഒന്ന് ഉച്ചക്ക് കഴിച്ച് മട്ടൻ ബിരിയാണിയാണ്. അപ്പോ ഇസാക്ക സംഗീതയില് ഒരു ചായ മേടിക്കാൻ പോയതാണ്. ആർക്കൊക്കെ ചായ കുടിക്കണം പറഞ്ഞപ്പോൾ ഒരു ചായ മേടിക്കാൻ പോയതാണ്. ഫ്രീ ചായ. അപ്പൊ നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഡൽമ മാളിൽ പോയിട്ട് കാണാം. ഇസാക്ക സംഗീതം നമുക്ക് ചായ ഒക്കെ എടുത്തിട്ട് ഉണ്ട്. അയ്യോ, ഏതാ കോഫി ഏതാ ചായ എന്ന് അറിയണില്ല. ഇനി കുടിച്ച് നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. കോഫി എനിക്കായിരിക്കില്ലേ തരൂ? ഞാൻ ചായ, എനിക്ക് ചായനെക്കാട്ടി കോഫിയാണ് ഇഷ്ടം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഫേവറേറ്റ് സംഗീത കോഫി. രാത്രി ഒരു കോഫിയൊക്കെ കുടിച്ച്, അതും സംഗീത കോഫീനെ കുടിച്ച് ഇങ്ങനെ രാത്രി നടന്നിട്ട് ഒരു നൈറ്റ് വൈബ് അടിപൊളിയാട്ടോ. നല്ല അടിപൊളി വൈബാണുള്ളത്. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ ഈദായിട്ട് ഇന്ന് ഡൽമ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ഈദിന്റെ ഡെക്കറേഷനുകളും കാര്യങ്ങളും ഈ അറ്റം മുതൽ ആ അറ്റം വരെ നിരത്തിയിട്ടൊക്കെയാണ്. അപ്പോ ഇവിടെ കുറച്ച് വണ്ടികളുടെ സൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൽമന്റെ എൻട്രൻസ്. വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ല അടിപൊളി ഫോട്ടോസൊക്കെ ഉണ്ടാവും. അത്യാവശ്യം നല്ല വ്യൂ തന്നെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ കടന്ന് തിളങ്ങണ്ടല്ലേ അല്ലേ? നന്നായിട്ടില്ലേ? നല്ല അടിപൊളി ആംബിയൻസ്. നമ്മുടെ എല്ലാ ബ്രാൻഡ് ഷോപ്പുകളും ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ എന്താണ് ഇതിന്റെ പ്രൊണൗൺസിയേഷൻ എന്താണ് ആവിക്ക? ഗുച്ചിയുടെ യെസ് എല്ലാം ഉണ്ട്. യെസ്, നമുക്ക് അവിടുത്തെ വാച്ചിന്റെ കളക്ഷൻസ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോളി, എന്താല്ലേ അടിപൊളി. എനിക്ക് ഈ വാച്ച് നല്ല ഇഷ്ടമായിട്ടോ. ഈ സിൽവർ കളർ എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് ഞാൻ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് അടുത്ത പ്രാവശ്യം എനിക്ക് ഇസാക്ക വാങ്ങിത്തരണോ. നല്ല അടിപൊളി കളക്ഷൻസ് നമ്മുടെ. യെസ്, നോക്കൂ ഗൈസ്, നമ്മുടെ റിച്വൽസ്. അപ്പോൾ റിച്വൽസിന്റെ അടിപൊളി ആംബിയൻസ് ആണ്. ഇതായിട്ടുള്ള പ്രത്യേക ആംബിയൻസ് ഒക്കെ അവർ കട്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ? നമുക്കിതൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് പോവാം. ആബിക്കാക്ക് കണ്ണട ഒന്ന് നോക്കണം പറഞ്ഞിട്ട് ഞങ്ങൾ ലെങ്സ് കാർട്ടിൽ കയറുകയാണ്. ആബിക്കാനെ കണ്ണട ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെങ്സ് കാർട്ടിൽ കയറിയിട്ട് ആബിക്കാക്ക് കണ്ണാടി നോക്കാൻ കയറുകയാണ്. അപ്പോൾ ഇത് ആബിക്ക നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എവിടെ ആബിക്ക ഇട്, ഇവിടെ നോക്കട്ടെ. കുറച്ച് ചെറുതെടുക്കായിരുന്നു. എന്തായാലും ലുക്ക് ആബിക്കന്റെ വാവ് പവറിഷ്. ഇസാക്കൊക്കെ എപ്പോഴും ട്രാൻസ്പാരന്റ് ലെൻസ് ആണ് കൂടുതൽ താല്പര്യം. ആബിക്കൊരു കല്യാണമാണ് സെപ്റ്റംബറിൽ. അപ്പൊ നമ്മുടെ ഗ്രൂം ടു ബി ആണ്. അപ്പൊ ആബിക്ക കല്യാണത്തിനുള്ള കണ്ണാടി ഇവിടെ തന്നെ നോക്കിയാലോ? യെസ്, അപ്പൊ നമുക്ക് ആബിക്ക കണ്ണാടി നോക്കിയിട്ട് പോവാം. ഇതിൽ ഏത് കണ്ണാടിയാണ് ആബിക്കൊക്കെ ഇട്ടപ്പോൾ നല്ല സ്യൂട്ടാണെന്ന് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണേ. ആബിക്ക ഇതിട്ടപ്പോൾ എങ്ങനെ, എനിക്ക് അങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും പറയണേ. എങ്ങനെയുണ്ട് ഇസാക്ക? ഇസാക്കാക്ക് ഇഷ്ടമായി. ആബിക്ക ഈ കണ്ണാടി എനിക്ക് എങ്ങനെയുണ്ട്? അയ്യോ. ലെൻസ് കാർഡിൽ ഞങ്ങൾ ഇറങ്ങി. ലെൻസ് കാർഡിൽ ആബിക്ക് ലെൻസ് ഒന്നും നോക്കിയില്ല. 2-3 കണ്ണാടിയൊക്കെ ഇട്ട് എല്ലാവരും ഓരോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങിയില്ല ആബിക്ക. അപ്പോൾ നമ്മുടെ ഡൽമയിലുള്ള നമ്മുടെ മേലിന്ന് എടുക്കുന്ന വ്യൂ ആട്ടത് നല്ല രസമല്ലേ കാണാൻ? ഇവിടുന്ന് മേലിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കുറേ ഷോപ്പുകളും ഒക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇനി ഫുഡ് കഴിക്കാൻ താഴെ പോകണം. അൽബയ്ക്ക് പോകാനേ പ്ലാൻ ചെയ്തിരിക്കണം. അപ്പം ഇനി അവിടെ കയറിയിട്ട് അവിടെ നിന്ന് കഴിക്കുന്നത് നമുക്ക് കാണിക്കാം. കുട്ടികൾക്ക് കളിക്കാനുള്ള നിറയെ മറ്റേ കുട്ടികൾക്ക് കളിക്കാനുള്ള കിഡ്സ് പ്ലേ സെക്ഷനൊക്കെ ഉണ്ട് ഇവിടെ. താഴെയും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതപ്പോൾ മേലെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു.
നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഞങ്ങൾ വെറുതെ കറങ്ങാനായിട്ട് വന്നല്ലേ, അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങോട്ട് കയറണമെന്നില്ല. ജസ്റ്റ് ഇതാ കണ്ട ഈ ഇപ്പുറത്തെ സെക്ഷനിലുണ്ട് കേട്ടോ, കുട്ടികളൊക്കെ അവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. കണ്ട ഇതാട്ടോ കാരിഫോർ. അപ്പൊ ഇവിടെയും കൂടി ഒന്ന് കേറിയിട്ട് ഓഫർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് സാധനം വീട്ടിലേക്കും കൂടി വാങ്ങിയിട്ട് പോവാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറിയിട്ട് എന്തെങ്കിലും ഓഫറായിട്ട് ഉണ്ടോ നോക്കട്ടെ. കിഡ്സിൻ്റെ പല വെറൈറ്റി ഓഫ് എന്താ സ്വീറ്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഡേറ്റ്സിൻ്റെ ഉള്ളിൽ നട്ട്സ് വെച്ചിട്ടുള്ള സംഭവം, ഡേറ്റ്സ് ഇത് മറ്റേ ടെൻഡർ കോക്കനട്ടിൽ കോട്ട് ചെയ്തിട്ടുള്ള തോന്നുന്നു. ഇത് പിസ്താഷ്യൂ. അങ്ങനെ ഈ ഒട്ടകം നന്നായിട്ടുണ്ടല്ലേ കാണാൻ? ആണോ? ഈ വെറൈറ്റി ഓഫ് ഹണി ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പല കളറിൽ പല വെറൈറ്റി ഹണിയാണ് ഇവിടെ ഉള്ളത്. രാജ്യത്തിന്റെ പേരും നേപ്പാൾ. ആ പല വെറൈറ്റി ഓഫ് ഹണി ഉണ്ട് കേട്ടോ. ഇതാ നമ്മുടെ ആള്, നമ്മുടെ ഇന്ത്യൻ ചെറുതേന്. ഇത് കാശ്മീരല്ല, നമ്മുടെ പിന്നെ പാലക്കാട് എറണാകുളത്ത് നിന്ന് കൊണ്ടുവരുന്ന തേനാണ്. കാശ്മീർ ഞാൻ ശരിക്കും വിശ്വസിച്ചു. തഗ്ഗാട്ടോ, ആൾക്കാരുടെ തഗ്ഗാണ് ഇടയില്. എന്താല്ലേ നല്ല രസമുണ്ട് എന്തായാലും കാണാൻ. നല്ല കണ്ടില്ലേ? ഇത് തായ്ലാൻഡ് വിയറ്റ്നാം വെറൈറ്റി മാംഗോ ഉണ്ടാവും. എന്തായാലും നല്ല അടിപൊളി സൈസുള്ള മാങ്ങയാണ്. കണ്ട എന്തായാലും ഈ മാങ്ങന്റെ വലിപ്പം കണ്ട. നല്ല അടിപൊളി സൈസുള്ള മാംഗോ. ഇത് എന്താണ് നമ്മുടെ എന്തിനു പറയാം, ലീവ്സ്. നമ്മുടെ വെജിറ്റബിൾസിലത്തെ ലീഫ് ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് എപ്പോഴും ഒരു പുക വരും ഉണ്ടാവും. അതുകൊണ്ട് ഈ സംഭവമൊക്കെ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും. നല്ല രസമുണ്ടല്ലേ കാണാൻ? ഇവിടുത്തെ എല്ലാം നല്ല ഫ്രഷ് ആട്ടോ. ഇതുണ്ടോ നമ്മുടെ ഇത് പാഴ്സ്ലി ലീഫ് അല്ലേ? ഇതൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇവിടെ കിട്ടും. നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ഫിഷ് നമ്മുടെ സീബ്രീം. എനിക്ക് ഫിഷുകളിൽ വെച്ച് കഴിച്ചപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാട്ടോ സീബ്രീം. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഫസ്റ്റ് ടൈം സീബ്രീം കഴിക്കണത്. എങ്ങനെ വെച്ചാലും സീബ്രീം എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ്. എൻ്റെയും ഇക്കാൻ്റെയും ഫേവറേറ്റ് ആണ്. പിന്നെ ആബിക്കാൻ്റെ പിന്നെ പറയണ്ടല്ലോ. എങ്ങനെയാണ് ആബിക്ക? അടിപൊളിയാണ്. ഇവിടുത്തെ അറബികൾ മെയിനായിട്ട് സീബ്രീം വെച്ചിട്ടാണ് ഗ്രില്ലൊക്കെ ഇട്ട് ചെയ്യാറില്ല ആബിക്ക? അങ്ങനെയല്ലേ? കടലിലത്തെ എല്ലാ മീനുകളും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ വെറൈറ്റിയും ഉണ്ട്. എന്താ കടലിലത്തെ ഇതാ നമ്മുടെ സിലോപ്പിയ, നമ്മുടെ നാട്ടിലത്തെ സിലോപ്പിയാണിത്. നാട്ടിലത്തെ ഇവിടുത്തെ സിലോപ്പിയ. കാരിഫോറിൽ ഇറങ്ങി ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അൽബേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. കാരിഫോറിൽ കയറിയിട്ട് ഒന്നും വാങ്ങിയില്ല കേട്ടോ. അവിടെ നല്ല നല്ല റേറ്റ് ഉണ്ട്, ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. നമ്മൾ അൽബേക്ക് തപ്പിയിട്ടാണല്ലോ പോണ വഴിയിൽ കാരിഫോറിൽ കയറിയത്. അപ്പോൾ അൽബേക്ക് നോക്കി നടന്നുകൊണ്ടിരിക്കണം. ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട്. കുറേ നേരം റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആബിക്ക ഫോണിൽ ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. നല്ല വിശക്കണമുണ്ട്. അപ്പം ഇനി അൽബേക്ക് കണ്ടുപിടിച്ചിട്ട് കാണിച്ചു തരാം. ഇനി അങ്ങനെ അൽബേക്ക് കണ്ടുപിടിച്ചു. ഇതാ നമ്മുടെ അൽബേക്ക് കണ്ടുപിടിച്ചു. പക്ഷെ നല്ല ഒടുക്കത്തെ തിരക്ക്, നല്ല തിരക്കുണ്ട്. ഈ ക്യൂ ഒക്കെ ഇവിടെ ഉള്ള ക്രൗഡ്സ് ആണ് കേട്ടോ അതൊക്കെ. നല്ല തിരക്കുണ്ട്. ഇനി ഇവിടുന്ന് എങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക. എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആക്ക എന്താണ് ഓർഡർ ചെയ്തത്? 3 ഡബിൾ ബേക്ക് ബർഗർ. അപ്പം നമ്മൾ പൊളിക്കും ലീസാക്ക. ആ നല്ല വിശപ്പുണ്ട്, തിമിർക്കും. അപ്പോൾ ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അവിടെ നമ്മുടെ ടോക്കൺ നമ്പർ കാണിക്കും. അതോ അവിടെ അതില് ഫോക്കസ് ആവണില്ല. അവിടെ കാണിക്കും. ഇവിടെ നല്ല ക്രൗഡുള്ള കാരണം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒന്ന് സീറ്റൊക്കെ പിടിക്കാൻ വിചാരിച്ചു. ആൾക്ക് ഫുഡും കൊണ്ട് വരും. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കണം ഞങ്ങൾ രണ്ടാളും. അപ്പോൾ ഫുഡ് വന്നിട്ട് കാണാം. ഇതാ ഫുഡ് കൊണ്ട് ആബിക്ക വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇതാ. നല്ല വിശപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യല. ആബിക്ക ചെറുതാണോ? എൻ്റെ ബർഗർ. ആ ഒരു എത്ര മണിക്കൂറായിക്ക? ഒരു 40 മിനിറ്റോളമായി. ആബിക്ക ഒറ്റക്ക് നിന്ന് വാങ്ങിയിട്ട് വന്നു. എവിടെ ആബിക്ക? ആബിക്കൻ്റെ ബർഗർ അടിക്കണ ഒരു ഷോട്ട്. എങ്ങനെ തിരിച്ച് കാണിക്ക് അതിൻ്റെ ലുക്ക്. സാക്ക എങ്ങനെയുണ്ട്? ആ കടിച്ചിട്ട് പറയും.
നോക്ക നന്നായിട്ടില്ലേ? അപ്പം ഇനി ഞാൻ കഴിക്കട്ടെ. നല്ല ലുക്ക് ഉണ്ട് കേട്ടോ ബർഗർ കാണാൻ. നല്ല അടിപൊളി ചീസൊക്കെ നിറയെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് പറയാം. അൽബേക്കിന് ഫസ്റ്റ് ടൈമേ കഴിക്കുന്നത്. നല്ല അടിപൊളി കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ബർഗറാണ്. അപ്പോൾ ഒക്കെ കഴിച്ചതിൻ്റെ ആണോ. അങ്ങനെ അൽബേക്കിന്ന് അടിപൊളി ബർഗറൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഡൽമാമാളുടെ ബാക്ക് സൈഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വേർമാട്ടും കൂടി വരുന്നത്. അപ്പോൾ അവിടെ കയറിയിട്ട് എന്തെങ്കിലും ഓഫറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് വാങ്ങിയിട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.